നിങ്ങളൊരാളെ ജീവനുള്ളിൽ സ്നേഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കണ്ണടച്ച് പ്രണയിച്ചിട്ടുണ്ടോ? നമ്മുടെ കൺമുന്നിൽ കാണുന്ന അവരുടെ തെറ്റുകൾ അതിന് എത്ര വലുതായാലും അതൊന്നും സാരില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം വിശ്വസിപ്പിക്കുന്നൊരവസ്ഥ. ആ സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് തോന്നും. ആ വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും നല്ലൊരാളെന്നും നമ്മുടെ ബന്ധം ഒരു മാജിക് ആണെന്നൊക്കെ തോന്നും. പക്ഷേ സ്നേഹത്തിൻ്റെ ആ ഒരു ലഹരി ഉണ്ടല്ലോ, ആ ഒരു ഹൈ, അത് പതുക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ആരും പറഞ്ഞു തരാത്ത ഒരു സത്യം നമ്മൾ തിരിച്ചറിയും. സ്നേഹം ഒരാളെയും പെർഫെക്റ്റ് ആക്കുന്നില്ല. അത് അവരുടെ കുറവുകളെ കാണാൻ കഴിയാത്ത അത്രയും നമ്മൾ അന്തരാക്കുന്നു മാത്രം. പതിയെ പതിയെ ആ പഴയ ആവേശം കുറയുമ്പോൾ അതുവരെ നമ്മൾ കാണാതിരുന്ന വിള്ളലുകൾ ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങും. അന്നത് കാണുമ്പോൾ നമ്മൾ ഉള്ളുപിടയും അല്ലേ? സത്യത്തിൽ മിക്ക റിലേഷൻഷിപ്പുകളും തകരുന്നത് പുതിയ പ്രശ്നങ്ങൾ കൊണ്ടൊന്നുമല്ല. തുടക്കം മുതൽ അവിടെ ഉണ്ടായിരുന്നിട്ടും നമ്മൾ സ്നേഹക്കൂടുതൽ കൊണ്ട് കണ്ടില്ലെന്നടിച്ച ചില കാര്യങ്ങൾ കാരണമാണ്. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു പോകാൻ സാധ്യതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന 12 ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ 7ാമത്തെ കാര്യം എത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളൊന്ന് പിടയും. കാരണം മറ്റൊരാളെ സ്നേഹിക്കാൻ വേണ്ടി നമ്മളെ തന്നെ എത്രത്തോളം ഇല്ലാതാക്കിയെന്ന് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുക. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ തുടങ്ങല്ലേ. എപ്പോഴും നിങ്ങളാണ് ആദ്യം മെസ്സേജ് അയക്കുന്നത്? എപ്പോഴും നിങ്ങളാണ് അങ്ങോട്ട് വിളിക്കുന്നത്? ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഒരുമിച്ച് എവിടെയെങ്കിലും പോകാനോ ഒക്കെ പ്ലാൻ ഇടുന്നത് നിങ്ങൾ മാത്രമാണോ? അവർ വെറുതെ അതിന് മറുപടി വരുന്നു എന്ന് മാത്രം. ഒരു നിർബന്ധമില്ലാത്ത പോലെ, ഒരു താല്പര്യമില്ലാത്ത പോലെ. സ്നേഹത്തിൽ കണക്കുകൾ നോക്കരുതെന്ന് പറയും, അത് ശരിയാണ്. പക്ഷേ ഒരു ബന്ധം നിലനിർത്താൻ രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് ഇടണം അല്ലേ? നിങ്ങൾ ഒരാൾ മാത്രമാണ് ഈ ബന്ധത്തിന് വേണ്ടി എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പതിയെ പതിയെ നിങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയുക തളർച്ച തോന്നും. ഞാൻ അവർക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ, എനിക്ക് വേണ്ടി മാത്രമാണ് അതൊക്കെ എന്നൊരു സങ്കടം നിങ്ങളുടെ ഉള്ളിൽ വരും. ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു വല്ലാത്ത വേദനയാണ്. കാരണം ഒരാൾ മാത്രം തുഴഞ്ഞാൽ ഒരു വഞ്ചിയും അതേവരെ മുന്നോട്ട് പോയില്ല. ശരിയല്ലേ? ഇതാണ് മിക്കവരും കണ്ടില്ലെന്ന് നടിക്കുന്ന ആ ഒരു വലിയ സത്യം. നിങ്ങൾ ഉടുക്കുന്ന വസ്ത്രത്തെ അവരെപ്പോഴും കുറ്റം പറയാറുണ്ടോ? നിങ്ങൾ സംസാരിക്കുന്ന രീതിയെ അവർ കളിയാക്കാറുണ്ടോ? നിങ്ങൾ ആരെ കാണണം, ആരെ കാണരുത്, ആരെ വിളിക്കണം, വിളിക്കരുതെന്നൊക്കെ അവർ തീരുമാനിക്കാറുണ്ടോ? നിങ്ങളുടെ ജീവിതശൈലിയെ തന്നെ മാറ്റാൻ അവർ നോക്കാറുണ്ടോ? എന്നിട്ട് പറയും ഇതൊക്കെ നിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ, അല്ലെങ്കിൽ നിന്നുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ മാറിയാലും അവർക്കൊരിക്കലും മതിയാവില്ല എന്ന്? ഒരു കാര്യം ശ്രദ്ധിക്കുക, യഥാർത്ഥ സ്നേഹം ഒരിക്കലും നിങ്ങളെ മാറ്റിയെടുക്കാൻ നോക്കില്ല. അത് നിങ്ങളായിട്ട് തന്നെ ചേർത്ത് പിടിക്കും. നിങ്ങളെപ്പോഴും നന്നാക്കി എടുക്കേണ്ട ഒരു വസ്തുവായിട്ടാണ് അവർ കാണുന്നതെങ്കിൽ സത്യത്തിൽ നിങ്ങളെ തന്നെ പതുക്കെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വ്യക്തിത്വം പണയം വെച്ച് നിലനിർത്തേണ്ട ഒരു ബന്ധവും ഈ ലോകത്തൊന്നിനും പകരാമില്ല. അവിടെ നിങ്ങളെ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. തുടക്കത്തിലൊക്കെ നമ്മളെല്ലാവരും ഒരാളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി കുറച്ചൊക്കെ അഭിനയിക്കാറുണ്ട് അല്ലേ? അത് സ്വാഭാവികമാണ്. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോഴെങ്കിലും ആ വ്യക്തിയുടെ മുന്നിൽ പേടിയില്ലാതെ നമുക്ക് നമ്മുടെ ഒറിജിനൽ സ്വഭാവം കാണിക്കാൻ പറ്റണ്ടേ? ഇപ്പോഴും നിങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് നിങ്ങൾ ഫിൽട്ടർ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ചില ഭാഗങ്ങൾ അവർ കാണാതിരിക്കാൻ ബോധപൂർവ്വം ഒളിപ്പിച്ച് വെക്കുന്നുണ്ടോ? എങ്കിൽ സങ്കടകരമായ സത്യമുണ്ട്, അവർ സ്നേഹിക്കുന്നത് നിങ്ങളെയല്ല, നിങ്ങൾ അഭിനയിച്ച് കാണിക്കുന്ന ആ ഒരു രൂപത്തെയാണ്. യഥാർത്ഥ നിങ്ങളെ അവർക്കറിയില്ല, അല്ലെങ്കിൽ അത് കാണിക്കാൻ നിങ്ങൾക്ക് പേടിയാണ്. ഒരു മുഖംമൂടി വെച്ച് നമുക്ക് എത്ര കാലം ഒരാളെ പ്രണയിക്കാൻ പറ്റും? ആ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ദിവസം ഈ ബന്ധം അവിടെ അവസാനിക്കും. കാരണം സത്യമില്ലാത്ത ഒന്നിനും അധികകാലം ആയുസ്സുണ്ടാവില്ല. ഏതൊരു ബന്ധത്തിൻ്റെയും ജീവൻ എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതില്ലെങ്കിൽ പിന്നെ അവിടെ സ്നേഹത്തിന് പകരം വെറും ടെൻഷൻ മാത്രമായിരിക്കും ബാക്കി. അവരുടെ ഫോൺ എപ്പോഴും ചെക്ക് ചെയ്യുക, വിളിച്ചപ്പോൾ ഫോൺ ബിസിയാണെങ്കിൽ അതിൻ്റെ പേരിൽ വഴക്ക്, സോഷ്യൽ മീഡിയയിൽ അവർ പറയുന്ന ആളെ റിമൂവ് ചെയ്യാൻ പറയുക, വാട്സപ്പിൽ ഇന്ന ആളെ ബ്ലോക്ക് ചെയ്യാൻ പറയുക, ഓരോ കാര്യത്തെക്കുറിച്ചും വെറുതെ ഇരുന്ന് ഓവർ തിങ്ക് ചെയ്യുക, എപ്പോഴും സംശയിക്കുക. സത്യം പറഞ്ഞാൽ ഇതൊന്നും സ്നേഹമല്ല, പേടിയാണ്. അവരെ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ അവരിട്ടേച്ച് പോകുമെന്ന പേടി. പരസ്പരമുള്ള ആ ഒരു വിശ്വാസം അവിടെ കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബന്ധം പതിയെ പതിയെ തകർന്നു പോകും. എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും സമാധാനം ഇല്ലാത്തൊരിടത്ത് ആർക്കും അധികാരം നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ മുന്നിൽ അവർ പാവമായിരിക്കും, നിങ്ങളോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ഹോട്ടലിലെ വെയിറ്ററോടോ അല്ലെങ്കിൽ ഒരു ഡ്രൈവറോടോ അല്ലെങ്കിൽ വഴി കാണുന്ന ആരുടെങ്കിലുമോ അതും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ആരുടെങ്കിലുമോ ഒക്കെ ഒരു ഭയങ്കര മോശമായിട്ടാണ് പെരുമാറുന്നത്, റൂഡായിട്ടാണ് പെരുമാറുന്നത് എങ്കിലും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും അവർക്ക് എന്നോട് വലിയ സ്നേഹമാണല്ലോ അതുപോലെ എന്ന്. പോരാ. സത്യം പറഞ്ഞാൽ ഇന്ന് മറ്റുള്ളവരോട് അവർ കാണിക്കുന്ന അതേ സ്വഭാവം നാളെ നിങ്ങളുടെ നേരെ തിരിയാൻ അതേ സമയം വേണ്ട. യഥാർത്ഥത്തിൽ നന്മയുള്ള ഒരാൾക്ക് എല്ലാവരോടും ഒരുപോലെ മാന്യമായി പെരുമാറാൻ കഴിയും. സ്നേഹം എന്നത് ചിലരോട് മാത്രം കാണിക്കേണ്ട ഒന്നല്ല. നിങ്ങളോട് മാത്രമാണ് അവർക്ക് സ്നേഹമെങ്കിൽ അതൊരു വെറും അഭിനയമായിരിക്കും.
ഇത് തിരിച്ചറിയാൻ വൈകിയാൽ നാളെ സങ്കടപ്പെടേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളുടെ മനസ്സ് തകരാൻ ആ ഒരു മാറ്റം മാത്രം മതി. ആദ്യമൊക്കെ പ്രണയം ഭയങ്കര പവർഫുള്ളായിരിക്കും. ആ ഒരു ആകർഷണം നമ്മളെ അവരുടെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കും. എല്ലാം ഭയങ്കര എക്സൈറ്റിംഗ് ആയി തോന്നും. പക്ഷേ നിങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കിയേ, ഈ ഒരു പ്രണയത്തിൻ്റെ ആവേശം നാളെ കുറഞ്ഞു പോയാൽ പിന്നെ നിങ്ങളുടെ ഇടയിൽ ബാക്കി എന്താ ഉള്ളത്? വെറും വികാരങ്ങൾക്കപ്പുറം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആഴത്തിലുള്ള ബന്ധമുണ്ടോ? കാരണം യഥാർത്ഥ റിലേഷൻഷിപ്പുകൾ വെറും അട്രാക്ഷൻ്റെ പുറത്തല്ല പടുത്തുയർത്തുന്നത്. അതിന് ഒരേപോലെയുള്ള കാഴ്ചപ്പാടുകളും പരസ്പരമുള്ള ബഹുമാനവും കൃത്യമായ ധാരണയൊക്കെ വേണം. അതൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഇത് എത്ര ശക്തമാണെന്ന് തോന്നിയാലും അധികകാലം ഇതിങ്ങനെ മുന്നോട്ട് പോവില്ല. നിങ്ങളുടെ പങ്കാളിയുടെ എല്ലാ സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ അവരുടെ ഫ്രണ്ട് സർക്കിളിനെ കാണുന്നത് പോലും നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ, ഇഷ്ടമില്ലെങ്കിലും അതിലൊരു വലിയ കാര്യമുണ്ട്. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരാളുടെ കൂട്ട് നോക്കിയാലും ആളറിയാം, അതല്ലെങ്കിൽ ആളുടെ സ്വഭാവം അറിയാമെന്ന്. അത് വെറുതെ അല്ല. ഒരാൾ ആരുടെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അവരുടെ സ്വഭാവം അറിയാതെ തന്നെ ആ വ്യക്തിയിലേക്ക് വരും. അതുകൊണ്ട് അവരുടെ ആ കൂട്ടുകെട്ടിനെ നിങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനകത്ത് എന്താണെന്നറിയോ? നിങ്ങളുടെ പാർട്ട്ണർ യഥാർത്ഥത്തിൽ ആരാണെന്നോ അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്നോ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ്. ഇപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നാം. പക്ഷേ നാളെ ഇതേ സുഹൃത്തുക്കളുടെ പേരിൽ നിങ്ങളുടെ ഇടയിൽ വലിയ വഴക്കുകളുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ വിള്ളൽ പതിയെ നിങ്ങളുടെ ബന്ധത്തെ തന്നെ ഇല്ലാതാക്കിയേക്കാം. തുടക്കത്തിൽ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും അല്ലേ? നേരം വെളുക്കോളം സംസാരിക്കുക, എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുക, ശരിക്കൊരു സ്വപ്നം പോലെ. പക്ഷെ പതിയെ പതിയെ എന്ത് സംഭവിക്കുന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ കാണുന്ന കുറയ്ക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലും വേണ്ടെന്ന് വെക്കും. അവസാനം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലോകം വെറും ഒരേ ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങും. സത്യം പറഞ്ഞാൽ ഇതിനെ പ്രണയം എന്നല്ല വിളിക്കുക, ഇമോഷണൽ ഡിപ്പെൻഡൻസ് എന്നാണ് ഇതിനെ വിളിക്കുക. അതായത് സന്തോഷിക്കാൻ ആ ഒരാൾ കൂടെ ഉണ്ടെങ്കിലേ പറ്റൂ എന്നൊരവസ്ഥ. കാലം കഴിയുന്തോറും ഈ ശീലം നിങ്ങളുടെ ബന്ധത്തെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങും. ഒരാൾക്ക് മാത്രമായി മറ്റൊരാളുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും എപ്പോഴും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഒരു രീതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പതിയെ പതിയെ മോശം അവസ്ഥയിലാക്കും. നിങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കാതെയാണോ അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവിടെ ഒരു വിലയുമില്ലേ? അവർ പറയുന്നത് കേട്ട് വെറുതെ കൂടെ പോകാൻ മാത്രമാണോ? അല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം തലയാട്ടി സമ്മതിക്കൽ മാത്രമാണോ അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അവരുടെ സ്നേഹം കൂടുതൽ കൊണ്ടാണെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊരിക്കലും സ്നേഹമല്ല, ഇതൊരു തരം കൺട്രോളാണ്. ഒരു നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ ശബ്ദത്തിനും വിലയുണ്ടാകണം. അവർക്ക് നിങ്ങൾ എത്രത്തോളം ഇഷ്ടമാണോ അത്രത്തോളം തന്നെ നിങ്ങളുടെ തീരുമാനങ്ങളെ മാനിക്കാൻ അവർക്ക് കഴിയണം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതായി തോന്നുമെങ്കിൽ അത് വലിയൊരു അപകട സൂചനയാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ കൂടെ ചേർത്ത് നിർത്തുന്നതാവണം, അല്ലാതെ ഒരാളുടെ ചിറകരിയുന്നതാവരുത്. ഏതൊരു റിലേഷൻഷിപ്പിലും ചെറിയ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. പക്ഷേ എപ്പോഴും വഴക്കാണെങ്കിലോ അത് കുറച്ച് സീരിയസ് ആണ്. നിങ്ങളുടെ ഇടയിലുള്ള ഓരോ കുഞ്ഞു കാര്യവും വലിയ വലിയ പ്രശ്നങ്ങളായി മാറുന്നുണ്ടോ? എന്തിനും ഏതിനും തല്ലു പിടിക്കേണ്ടി വരുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതൊക്കെ സ്നേഹം കൂടുതൽ കൊണ്ടാണെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങളവിടെ ഒരുമിച്ച് വളരുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങൾ രണ്ടുപേരും പരസ്പരം തളർത്തുകയാണ് ചെയ്യുന്നത്. ഓരോ വഴക്കും കഴിയുമ്പോഴും മനസ്സിന് വലിയൊരു ഭാരം അനുഭവപ്പെടും. ആ ഒരു തളർച്ചയുണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ പതിയെ പതിയെ ഇല്ലാതാക്കും. സ്നേഹത്തേക്കാൾ കൂടുതൽ സങ്കടം തരുന്ന ഒന്നായി ആ ബന്ധം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്ര കാലം പിടിച്ചിരിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് നേരെ ചൊവ്വേ സംസാരിച്ച് തീർക്കുന്നതിന് പകരം അവർ വെറുതെ നിങ്ങളെ കളിയാക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ മിണ്ടാതിരുന്ന് നിങ്ങളെ ശിക്ഷിക്കുകയോ ചെയ്യാറുണ്ടോ? കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് പകരം വളച്ചൊടിച്ചുള്ള കുത്തുവാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ ഒരു പ്രശ്നം അവിടെ മാറാൻ പോകുന്നില്ല. പകരം ആ ദേഷ്യവും സങ്കടമൊക്കെ ഉള്ളിലിങ്ങനെ കെട്ടിക്കിടക്കും. ഇതൊന്നും സാരമില്ല എന്ന് കരുതി നിങ്ങളൊക്കെ അപസഹിക്കും. പക്ഷേ ഉള്ളിലുണ്ടാവുന്ന ഈ വിള്ളലുകൾ ഒരു ദിവസം വലിയൊരു പൊട്ടിത്തെറിയിൽ ചെന്ന് അവസാനിക്കും. അന്നത് നിർത്താൻ ആർക്കും കഴിയില്ല. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പേടിയുള്ളവരിടത്ത് പ്രണയത്തിന് പിന്നെ എന്ത് സ്ഥാനമുള്ളത്? ചിലപ്പോഴൊക്കെ പ്രശ്നം സ്നേഹത്തിൻ്റെതാവില്ല, മറിച്ച് സമയത്തിൻ്റെതാവാം. രണ്ടുപേരുടെയും ജീവിത ലക്ഷ്യങ്ങൾ രണ്ടാവാം, മുൻഗണനകൾ രണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ തയ്യാറെടുത്ത് നിൽക്കുമ്പം മറ്റേയാൾ മാനസികമായി ഇതിനൊന്നും റെഡി ആയിട്ടുണ്ടാവില്ല. നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും എത്രയൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്താലും ചില കാര്യങ്ങൾ ഒരിക്കലും ഒത്തുപോയില്ല. സത്യം പറഞ്ഞാൽ സ്നേഹം കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും നേരെയാക്കാൻ പറ്റില്ല. സാഹചര്യങ്ങൾ കൂടി അനുകൂലമാവണം. വെറുതെ ഒരാളെ മുറുകെ പിടിച്ച് രണ്ടുപേരും എന്നും വേദനിക്കണമെങ്കിൽ നല്ലത് ആ സത്യം അംഗീകരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. ചിലപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം ജയിക്കുന്നത്. ഈ ലോകത്ത് ഒരു ബന്ധം 100% പെർഫെക്റ്റ് ഒന്നുമല്ല. എല്ലാ റിലേഷൻഷിപ്പിലും അതിൻ്റെതായ കഷ്ടപ്പാടുകളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലാത്ത ചില വലിയ അപകട സൂചനകളുണ്ട്.
റെഡ് ഫ്ലാഗ്സ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ഒരു ബന്ധത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തെങ്കിലും എല്ലാം ശരിയാവുമെന്നൊരു വെറും പ്രതീക്ഷയിൽ മാത്രം. നമ്മൾ നമ്മളെ തന്നെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ ഒന്നും ഓർക്കുക, ചില സമയങ്ങളിൽ എല്ലാം ശരിയാവുമെന്ന് കരുതി അവിടെ തന്നെ അറിയിക്കുന്നതിനേക്കാൾ വലിയ കരുത്താണ് ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നത്. കാരണം നിങ്ങളുടെ സമയം, നിങ്ങളുടെ സന്തോഷം, അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ ആ മനസ്സ്, അതിനൊക്കെ വലിയ വിലയുണ്ട്. നിങ്ങൾക്ക് സമാധാനം തരുന്ന, നിങ്ങളെ ശരിക്കും വിലമതിക്കുന്ന, ഒരു സുരക്ഷിതത്വം തോന്നുന്ന ബന്ധമാണ് നിങ്ങൾ അർഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒന്നിനു വേണ്ടി നിങ്ങളെ തന്നെ ഇല്ലാതാക്കരുത്. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം ഒന്ന് താഴെ കമൻ്റായി പറയാമോ? കാരണം നിങ്ങളുടെ ആ ഒരു അനുഭവം ഒരു പക്ഷേ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരാൾക്ക് വലിയൊരു ധൈര്യമോ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവോ ഒക്കെ ആയേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സ്നേഹത്തോടെ ബൈ.